നന്ദി കർത്താവേ, സ്തോത്രം. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്ന പകൽക്കാലം കേൾക്കുവാൻ, നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവസരം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. John the Gospel chapter 12 verse 13 and 14. Let me read it for you. Praise the Lord. So they took branches of palm trees and went out to meet him, crying out, Hosanna! Blessed is he who comes in the name of the Lord, even the King of Israel. And Jesus found a young donkey and sat on it, just as it is written. Praise the Lord. സമയ ചുരുക്കം കൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഹൊസാന എന്താണെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. പാം സൺഡേ ആയിട്ട് നമ്മൾ മുമ്പേ കേട്ടതുപോലെ അമേരിക്ക മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അനേകർ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സൺഡേ ആണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വാട്ട് ഈസ് പാം സൺഡേ? വാട്ട് ഈസ് ഹൊസാന മീൻസ്? ഹീബ്രു പദത്തിൽ, when you are looking at particular word Hosanna in Hebrew means there are three meanings. Number one, save now. Number two, save us. Number three is we pray. Praise the Lord. ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ് അവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹൊസാന, save now. Hallelujah. Hosanna, save us. Praise God. And we pray. ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. Praise the Lord. Why people were looking at Jesus Christ and looking at his face and shouting, Hosanna, Hosanna. He was entering into the gate of Jerusalem. Praise the Lord. യെരുശലേമിന്റെ വാതിൽക്കുള്ളിലേക്ക് കടന്നു വന്നതായ സമയത്ത്, അതും ഒരു ഡോങ്കിയുടെ, ഒരു കഴുതയുടെ പുറത്തിരുന്നു കൊണ്ട്, ഹല്ലേലൂയ, ഗുരുവനാഥനുമാകുന്ന കർത്താവ്, ഹല്ലേലൂയ, സർവശക്തനാകുന്ന ദൈവത്തിന്റെ അരുമകുമാരനാകുന്ന കർത്താവ് വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമായി ഹല്ലേലൂയ പ്രവാചകന്മാർ എഴുതിയിരുന്ന വാഗ്ദത്തം, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി വരുന്നു എന്നുള്ള ഹല്ലേലൂയ പ്രവചനം, അത് നിവർത്തീകരിക്കുവാൻ കെട്ടപ്പെട്ടിരുന്നതായ കഴുതയെ അഴിച്ചുകൊണ്ടുവന്ന് അതിൽ കയറിയിരുന്ന് യെരൂശലേമിന്റെ കവാടത്തിലൂടെ കടന്നു വന്നതായ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹല്ലേലൂയ ജീസസ്? ഹല്ലേലൂയ, ഇമ്മാനുവൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ജനിച്ച സമയത്ത് അവനെ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കണമെന്ന് പ്രവചനത്തിന് നിവർത്തീകരണമായി ഹല്ലേലൂയ അവനെ പേര് വിളിച്ചു. ഹല്ലേലൂയ, ഗോഡ് ഈസ് വിത്ത് us. ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമുള്ള ഹല്ലേലൂയ ഇമ്മാനുവൽ, ഹല്ലേലൂയ, ദൈവമായി ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് തന്റെ അരുമക്കുമാരനാകുന്ന കർത്താവിനെ അയച്ചുവെങ്കിൽ അത് മനസ്സിലാക്കിയ ജനത്തിന് മാത്രമേ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകര് ജീസസ് ജീസസ് എന്ന് പറയുന്നുണ്ട്, അനേകര് പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകര് ഹല്ലേലൂയ കുരിശ് വരയ്ക്കുന്നുണ്ട്, അനേകര് ഹല്ലേലൂയ പല ഞായറാഴ്ചകൾ പല നിലയിൽ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ, യഥാർത്ഥമായ
യഥാർത്ഥമായി യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഹല്ലേലൂയ വാസ്തവമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യഥാർത്ഥമായി രക്ഷ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ ബന്ധത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത് ആര്? ഹല്ലേലൂയ. ഹല്ലേലൂയ അത് വാളായാലും, ഹല്ലേലൂയ അത് ഹല്ലേലൂയ പരീക്ഷണങ്ങളായാലും, അത് രോഗങ്ങളായാലും, അത് നിന്ദകളായാലും, അത് പരിഹാസമായാലും, ഉയരമായാലും, താഴ്ചയായാലും, ഹല്ലേലൂയ എന്ത് തന്നെ വന്നാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഈ ക്രിസ്തുയേശുവിന്റെ സ്നേഹം എന്തെന്ന് ഹല്ലേലൂയ യഥാർത്ഥമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് ഹല്ലേലൂയ ഹോസാന, ഹല്ലേലൂയ രക്ഷിക്കണമേ, ഹല്ലേലൂയ God save me, God save us, God save now, ഹല്ലേലൂയ we are praying എന്നുള്ള ഹല്ലേലൂയ ശബ്ദം നമ്മുടെ നാവിൽ നിന്ന് മുഴങ്ങണമെങ്കിൽ ഈ ക്രിസ്തു ആരെന്നും, ഈ ക്രിസ്തു ഹല്ലേലൂയ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നെന്നും, ഈ ക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ എന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രിസ്തുവിനെ ഹോസാന പാടുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ സ്തോത്രം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ സാഹചര്യം നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. Back in old days, in Jesus' time, hallelujah, the political oppression was there. Praise the Lord. ഹല്ലേലൂയ. നമ്മളിന്ന് വിചാരിക്കും ഹല്ലേലൂയ അമേരിക്കയിലെ സ്തോത്രം ബൈഡൻ ഗവൺമെന്റ് വന്നു, വലിയ താറുമാറായി, ഹല്ലേലൂയ എക്കണോമി എല്ലാം ക്രൈസിസ് ആയി. ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ഒരുപാട് പ്രിവിലേജസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ട്രംപ് ഗവൺമെന്റ് വന്നു, ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ പ്രശ്നങ്ങൾ നടക്കുന്നു, വലിയ എക്കണോമിക് ക്രൈസിസ് വരുന്നു, വലിയ ഇമിഗ്രേഷൻ പ്രോബ്ലംസ് ഒക്കെ വരും. ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പൊളിറ്റിക്കൽ ഒപ്രഷൻ. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം സ്തോത്രം ഹല്ലേലൂയ ഇതിൽ നിന്നെല്ലാം അപ്പുറമായി വലിയ ഒരു ഒപ്രഷനിലൂടെ 450 വർഷം ഹല്ലേലൂയ മിസ്രൈമിൽ കിടന്ന് അടിമപ്പണി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. the Pharaoh, oh hallelujah, government, praise the Lord, hallelujah, the hallelujah King Pharaoh was hardened his heart, hallelujah, hallelujah. ചാട്ടവാറുകൊണ്ടുള്ള അടി രാവിലെ മുതൽ വൈകുന്നത് വരെ അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ കട്ട ചുട്ടുകൊണ്ട്, ഇഷ്ടിക ചുട്ടുകൊണ്ട്, ഹല്ലേലൂയ വലിയ വലിയ മതിലുകള്, വലിയ വലിയ കൊട്ടാരങ്ങള് ഹല്ലേലൂയ പണിയുവാൻ ഉള്ള പണിക്കാരായി ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതിന്റെ പാരമ്പര്യമായി വന്നിരിക്കുന്നതായ ഹല്ലേലൂയ റോമൻ സാമ്രാജ്യമാണെങ്കിലും ഹല്ലേലൂയ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ഒപ്രസ് ചെയ്യാം, എങ്ങനെ അടിമപ്പെടുത്താം, എങ്ങനെ ഹല്ലേലൂയ സബ്ഡ്യൂ ചെയ്യാം. ഇവരൊരിക്കലും തലവെക്കരുത്, ഹല്ലേലൂയ ഉയരരുത്, ഇവരൊരിക്കലും വിടുവിക്കപ്പെടരുത്, ഇവരൊരിക്കലും സന്തോഷിക്കരുത്, ഇവരൊരിക്കലും ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കരുത്, ഈ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഇറങ്ങരുത്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കരുത് എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടുകൂടെ അനേക വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അത് ഹല്ലേലൂയ ഗ്രീക്ക് വിഗ്രഹങ്ങളായാലും ഹല്ലേലൂയ, ഹല്ലേലൂയ എന്തെല്ലാം തരത്തിലുള്ള ഹല്ലേലൂയ ജാതീയമായ വിഗ്രഹാരാധനകളായാലും whatever the idol worship, hallelujah, they could promote hallelujah more and more into the hearts and minds of the people. Hallelujah. അങ്ങനെ politically hallelujah oppressed ആയിട്ട് spiritual abuse നടന്നുകൊണ്ടിരുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ഇമ്മാനുവേലായി God is with us എന്നുള്ള ഹല്ലേലൂയ അർത്ഥത്തോടുകൂടെ ഹല്ലേലൂയ സകല അർത്ഥവും അത് ഹല്ലേലൂയ ക്യാരി ചെയ്തുകൊണ്ട് ജനത്തിന്റെ ഇടയിലേക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചത്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഹല്ലേലൂയ പ്രവചനത്തിന് നിവൃത്തീകരണമായി യെരൂശലേമിന്റെ കവാടത്തിലൂടെ ഹല്ലേലൂയ ജയശാലിയായി, കിങ് ഓഫ് കിങ് ആയി, ലോർഡ് ഓഫ് ലോർഡായി, ഹല്ലേലൂയ ദൈവത്തിന് മാറ്റമില്ലാത്ത ശുശ്രൂഷ ചെയ്യുന്ന ഹല്ലേലൂയ കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ടാണ് ജനം വിളിച്ചു പറഞ്ഞത് ഹോസാന, ഹോസാന എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഓപ്പറേഷനകത്ത് ജനത്തിനൊരു കാര്യം ഉണ്ടായി. ഹല്ലേലൂയ. നമുക്കിന്ന് ഈ ആധുനിക കാലത്ത് ഇപ്പോഴത്തെ കണ്ടംപററി ടൈമും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹല്ലേലൂയ. പൊളിറ്റിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ അബ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? there is no hope. praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക സ്തോത്രം ഇപ്പോൾ നമ്മൾ സാക്ഷ്യമായിട്ട് കേട്ടു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ചില എഡ്ജുകളിൽ വരുമ്പോൾ, ജീവിത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ശത്രുവായ പിശാചു കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു തന്ത്രമാണ് ഗോ ആൻഡ് കമ്മിറ്റ് സൂയിസൈഡ്. ഹല്ലേലൂയ. നീ നിന്റെ ആത്മാവിനെ ഹത്യ ചെയ്യ. ഹല്ലേലൂയ. കൊന്നുകള. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. the biggest depression, hallelujah, mode is coming into the whole world. അതുകൊണ്ടാണ് അനേക ചെറുപ്പക്കാര് ഹല്ലേലൂയ കഞ്ചാവിനും ഹല്ലേലൂയ മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഹല്ലേലൂയ അപ്പനെയും അമ്മയെ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ ഒന്നുകിൽ അവരെ കൊന്ന്, അല്ലെങ്കിൽ അനുസരണക്കേട് ഹല്ലേലൂയ കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഹല്ലേലൂയ അവർക്ക് ചെയ്യാവുന്ന എല്ലാ അകൃത്യങ്ങളും പാപങ്ങളും ചെയ്ത് ഹല്ലേലൂയ മുൻപോട്ട് പോകുന്നതിന് പിന്നിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ശത്രുവായ പിശാച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. The demon is always trying to oppress you, always destroy your spirituality and the spiritual uplifting. ഹല്ലേലൂയ. ആത്മീയമായ ഒരാൾ മുന്നേറുന്നുവെന്ന് കണ്ടാൽ, ആത്മീയമായ ഒരാൾ പ്രാർത്ഥിക്കുന്നുവെന്ന് കണ്ടാൽ, ഒരാൾ ഒരു ഭവനം തുറന്നുവെന്ന് കണ്ടാൽ, ഒരാൾ സഭയിൽ കടന്നുപോയി ദൈവത്തെ കൺസിസ്റ്റിംഗ് ആയിട്ട് ആരാധിക്കുന്നുവെന്ന് കണ്ടാൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കണം. എനിക്ക് ദൈവത്തെ ഹോസാന പാടണം, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം, എൻ്റെ കർത്താവ് മാത്രമേ എന്നെ രക്ഷിക്കുകയുള്ളൂ. My God Almighty, He is the only one who is going to save me from my circumstances എന്നുള്ള ഉറപ്പോടുകൂടെ മുൻപോട്ട് ആര് വന്നാലും ഹല്ലേലൂയ, always enemy is trying to oppress you, to hallelujah depress you, hallelujah to subdue you. എങ്ങനെയെങ്കിലും നിന്റെ മനസ്സിനെ, നിന്റെ ബുദ്ധിയെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ മനസ്സമാധാനത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധിക്കുവാൻ വരുന്ന അന്ധകാര പിശാചിനെ എതിർക്കുവാനുള്ള ദൈവശക്തിയാണ് ദൈവജനം ഏറ്റെടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് ഒരു യഥാർത്ഥ ദൈവത്തിന് വിജയം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ശത്രുവായ പിശാച് രാവിലെ മുതൽ വൈകുന്ന മുതൽ രാവിലെ വരെ ഹല്ലേലൂയ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കും. നോ ഹോപ്പ്, നോ ഹോപ്പ്. ഹല്ലേലൂയ. നിനക്ക് ഹോപ്പില്ല, നിന്റെ കുടുംബത്തിന് ഹോപ്പില്ല, നിന്റെ ഭാര്യയ്ക്ക് ഹോപ്പില്ല, നിന്റെ ഭർത്താവിന് ഹോപ്പില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഹോപ്പില്ല, നിന്റെ ജോലിയിൽ ഒരു ഹോപ്പുമില്ല, അല്ലെങ്കിൽ നിന്റെ ഫ്യൂച്ചർ പ്ലാനിന് ഒരു ഹോപ്പുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. God save me. ഹല്ലേലൂയ. God, ഹല്ലേലൂയ, save me now. ഹല്ലേലൂയ എന്നർത്ഥമുള്ള ഹോസാന എന്റെയും നിന്റെ നാവിൽ നിന്ന് വന്നാൽ ഹല്ലേലൂയ ദൈവമാണ് ഈ പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ എന്തോ ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം മുൻപോട്ട് പോകുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്പിരിച്വൽ അബ്യൂസ് ജെറുസലേം ടെമ്പിളിൽ നടന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വാക്യമെടുക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ജീസസ് വാസ് വാക്കിംഗ് ഇൻ ടു ദ ടെമ്പിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഭവനം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. മൈ ഫാദേഴ്സ് ഹൗസ് ബിക്കം കേവ് ഓഫ് തീഫ് എന്നാണ് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഹല്ലേലൂയ. അതാണ് സ്പിരിച്വൽ അബ്യൂസ് അന്നത്തെ കാലത്ത് നടന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ കാലം എടുത്തു നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക TV ഇവാഞ്ചലിസ്റ്റുകൾ, അനേക ഹല്ലേലൂയ പെന്തക്കോസ്ത ശ്രേഷ്ഠന്മാര്, വലിയ വലിയ ബിഷപ്പന്മാര്, വലിയ വലിയ ഹല്ലേലൂയ പോസ്റ്റ് ഡോക്ടറേറ്റുകൾ എടുത്തവര്, വലിയ വലിയ സഭാ നേതാക്കന്മാര് കാണിച്ചു കൂട്ടുന്നതായ കൊള്ളരായ്മകൾ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെയും TV ചാനലുകളുടെ
കൂടെയൊക്കെയും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ കടന്നു എന്ന് ഹല്ലേലൂയ അവിടെയുള്ള ബിസിനസ്സുകളെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ തട്ടി ഹല്ലേലൂയ തെറിപ്പിച്ച് ചാട്ടവാറെടുത്ത് എല്ലാത്തിനെയും അടിച്ച് ഹല്ലേലൂയ ഓടിച്ച് വെളിയിലിറക്കി ഒരു ക്ലീനിങ് അപ്പ് പ്രോസസ്, ഒരു വലിയ ഹല്ലേലൂയ സാങ്ക്ടിഫിക്കേഷൻ നടത്തുന്നത് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Today I wanted to hallelujah preach to you as a pastor of Atlanta Christian Church. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഇങ്ങനെ മങ്ങി മയങ്ങി ഉറങ്ങി ഹല്ലേലൂയ ഹല്ലേലൂയ കൈകൊട്ടിയെങ്കിലായി, പാടിയെങ്കിലായി, പ്രാർത്ഥിച്ചെങ്കിലായി ഹല്ലേലൂയ എന്നുള്ള അവസ്ഥയിൽ ഇരുന്നാൽ ഒരിക്കലും ഹല്ലേലൂയ ഈ പൈശാചികമായ കരാള ഹസ്തങ്ങൾ നമുക്ക് കാണുവാനോ അതിനെ ആട്ടിപ്പായിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. Praise the Lord. I encourage all of you, hallelujah, get that spiritual awakening. Praise the Lord, hallelujah. അത് ഇവിടെ തുടങ്ങണം, നമ്മുടെ സഭയിൽ തുടങ്ങണം, ഹല്ലേലൂയ, നമ്മുടെ കൂട്ടായ്മയിൽ തുടങ്ങണം, ഹല്ലേലൂയ, നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങളിൽ തുടങ്ങണം. Praise the Lord. We need to hallelujah get awakened. Hallelujah, hallelujah. അങ്ങനെ നമ്മൾ ഉണരുമ്പോൾ, praise the Lord, ഹല്ലേലൂയ, സമയമല്ലല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഉണരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവാത്മാവ് ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നു. ഉണരുന്നതിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു തലമുറയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച ഹന്നായിക്ക് ഒരു തലമുറയെ കർത്താവ് കൊടുത്തു. ആ ശമൂവേൽ ബാലൻ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായി നന്നാ ചെറുപ്പത്തിലെ അവിടെ കൊണ്ടുപോയി ആക്കി. ഹല്ലേലൂയ, ദൈവശബ്ദം ആ ശമൂവേൽ ബാലൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്, ശമൂവേലേ ശമൂവേലേ എന്നുള്ള ശബ്ദം അവൻ കേട്ടു. ഹല്ലേലൂയ, അവന്റെ ഉറക്കത്തിൽ നിന്ന് അവനെ ദൈവം ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തു കൊള്ളണം. ഹല്ലേലൂയ, ദൈവ ശബ്ദം കേട്ടാൽ, ദൈവത്തിന് വിളി കേട്ടാൽ, ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്താൽ, ദൈവം വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ മാത്രമേ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ ഒരു ശമൂവേൽ പ്രവാചകനായി മാറുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരും സ്പിരിച്വാലിറ്റി ഹല്ലേലൂയ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് ആർക്കും ഹല്ലേലൂയ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കും നിനക്കും ദൈവിക ശക്തി വേണോ, ദൈവികമായ വിടുതൽ വേണോ, ദൈവികമായ രോഗശാന്തി വേണമോ, ദൈവികമായ ഭൂതശാന്തി വേണമോ, ദൈവികമായ നന്മ വേണമോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാതു കൂർപ്പിച്ച് പ്രാർത്ഥിച്ച് കിടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ലൈഫ് ഡിസിപ്ലിൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന ദൈവ പൈതലിന് ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ആ സ്പിരിച്വൽ awakening ഉണ്ടാകും. ഹല്ലേലൂയ, അവൻ ഉണരുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ തൈലം അവന്റെ മേൽ വന്ന് വീഴുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഏലിയാവ്, സ്തോത്രം, ഹല്ലേലൂയ, ജെസബേൽ എന്ന് പറയുന്ന ഹല്ലേലൂയ രാജ്ഞിയെ പേടിച്ച് ഹല്ലേലൂയ ഓടി ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി കിടന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നും രണ്ടും ദിവസം ഒന്നുമല്ല, ഹല്ലേലൂയ 3 വർഷമാ, 3 years. ഹല്ലേലൂയ, he was afraid, he was so frightened, and he was sitting under the juniper tree. Hallelujah, he was so worried about his life. Hallelujah. എന്നാൽ ദൈവമക്കളെ, തന്റെ ജീവനെ പേടിച്ച് ഹല്ലേലൂയ കാലിന്റെ മുട്ടിനിടയിൽ ഹല്ലേലൂയ തല വെച്ചുകൊണ്ട് ഞാൻ മരിച്ചാ മതി എന്ന് പറഞ്ഞ ഒരു ഡിപ്രഷനിലേക്ക് കടന്നുപോയി ഏലിയാവ്. Praise the Lord, hallelujah. If you don't wake up, if you don't have that spiritual awakening, ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവം ഉണർവ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്നും ആഹാബ് കണ്ടേനെ, ഇന്നും ജെസബേൽ കണ്ടേനെ, ഇന്നും ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നേനെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്കുണ്ടായെങ്കിൽ മാത്രമേ അനേക ജീവിതങ്ങൾക്ക് ഉത്ഥാനവും വിടുതലും
കൽപ്പിക്കുവാൻ ദൈവം എന്നെയും നിന്നെയും ഉപയോഗിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത കാര്യം സാംസൺ ഹല്ലേലൂയ, 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 നാസീർ വിതക്കാനായിട്ട് ഹല്ലേലൂയ ജീവിക്കണമെന്ന് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തതാണ് ഹല്ലേലൂയ സാംസൺ ജനിച്ചപ്പോൾ. ഹല്ലേലൂയ. എന്നാൽ ഈ ശിംശോൻ ഹല്ലേലൂയ തൻ്റെ എല്ലാ നാസീർ വ്രതവും തൻ്റെ എല്ലാ ഹല്ലേലൂയ സ്പിരിച്വൽ ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലും എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ദലീലയുടെ മടിയിൽ പോയി തലവെച്ച് കിടന്നുറങ്ങി. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ ജീവിതത്തിലെ ബലത്തെ കെടുത്തുവാൻ സകല പരിപാടികളും ചെയ്തു. എന്നാൽ ഹല്ലേലൂയ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഹല്ലേലൂയ അവനെ കെട്ടിവെച്ചതാ എല്ലാം പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞ് പിന്നെയും ഹല്ലേലൂയ ഒരു ഉണർവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ മരണത്തെ കാത്തുകിടന്നതായ സമയത്ത് ഹല്ലേലൂയ ദൂതൻ വന്ന് തട്ടി ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം കൽപ്പിക്കാതെ നിന്റെ ജീവിതത്തിൽ മരണം വരത്തില്ല. ഈ ദൂത ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം കൽപ്പിക്കാതെ നിന്റെ ജീവിതത്തിൽ മരണം വരത്തില്ല. ദൈവം കൽപ്പിക്കാതെ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരായുധവും വരത്തില്ല. ഉടകശന്തലാജലക്ഷണ വിതലജാറി അത് നിന്റെ മേലായാലും അതിന്റെ കുടുംബത്തിന്റെ മേലായാലും ദൈവത്തിന് വചനം ഒരു വിട്ടുകൊള്ളണം. ഒരു ബാധയും കൂടാരത്തിന്മേൽ അടുക്കുകയില്ല. ഹല്ലേലൂയ. No weapon is going to come against you and prosper. ഹല്ലേലൂയ. ഒരായുധവും നിനക്കെതിരായിട്ട് ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ജനമേ, ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് ഒരുങ്ങി ദൈവത്തെ സ്നേഹിച്ച് കടന്നു വന്ന് ദൈവത്തിന് ഇരുന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ഈ ദൂത് ഏറ്റെടുത്തോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി എത്ര വലിയ ഹല്ലേലൂയ 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 രാജാക്കന്മാർ എഴുന്നേറ്റാലും ഹല്ലേലൂയ പട്ടാളം എഴുന്നേറ്റാലും നിനക്കെതിരായി എത്ര ശക്തമായ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ആയുധവും ഫലിക്കാതെ വണ്ണം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ദൂതന്മാരോട് കൽപ്പിച്ച് ആക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉള്ള ജനത്തിന് മാത്രമേ ഹല്ലേലൂയ ഹോസാന എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറും വാക്കായിട്ട് ഹല്ലേലൂയ അനേകര് ഹല്ലേലൂയ ഹല്ലേലൂയ ചില വലിയ പെരുന്നാൾ പോലെ വലിയ സെലിബ്രേഷൻ പോലെ ഹല്ലേലൂയ ചില കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടും. എന്നാൽ ഹല്ലേലൂയ അവർക്കാർക്കും ഒരു പേഴ്സണൽ ആയിട്ടൊരു റിലേഷൻഷിപ്പ് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടില്ല. ഹല്ലേലൂയ. അവർ പറയുന്ന ഹോസാനയുടെ പിന്നിൽ ഹല്ലേലൂയ ഗോഡ് സേവ് us എന്നുള്ള അർത്ഥം പോലും അവർ മീൻ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. സേവ് മീ നൗ എന്നുള്ള ഒരു അർത്ഥം അവരുടെ ഹൃദയത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പൽക്കാലം നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ ദൈവത്തെ എപ്പോഴും ഹോസാന പാടുന്നവരാണ്, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. ഹല്ലേലൂയ. സ്പിരിച്വൽ അവേക്കനിങ് ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. അനേകര് ഹല്ലേലൂയ ഈ സ്പിരിച്വൽ അബ്യൂസിലൂടെ കടന്നു പോകുമ്പോൾ അനേക സഭകൾ ഇന്ന് പെന്തക്കോസ്ത് സഭകൾ ഹല്ലേലൂയ തട്ടുകടയും ഹല്ലേലൂയ വലിയ പരിപാടികളുമായിട്ട് ഹല്ലേലൂയ ആഘോഷം നടത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെ ചെന്നാലും ബിസിനസ്സാണ്. ടീഷർട്ട് മുതൽ ഹല്ലേലൂയ സകല കാര്യങ്ങളും ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആരെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമുക്ക് ഹല്ലേലൂയ മറ്റ് യാതൊരു ഹല്ലേലൂയ പരിപാടികളും ഇല്ലെങ്കിലും ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനത്തെ തൻ്റെ സഭയെ ഹല്ലേലൂയ യെരൂശലേമിനെ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തെ എങ്ങനെ വിശുദ്ധീകരിച്ചുവോ, എങ്ങനെ ഹല്ലേലൂയ എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞുവോ ഹല്ലേലൂയ ആ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ എഴുന്നള്ളി വരുന്ന ഒരു മൺകൂടാരമാകുന്ന ശരീരമാണ് നമ്മുടെ ശരീരം. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് ഇന്ന് പൽക്കാലം ഓർത്തോണം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആലയമാകുന്ന ശരീരത്തിൽ ഹല്ലേലൂയ അകൃത്യമായത്, അധർമ്മമായത്, പാപമായത്, മ്ലേച്ഛമായത് ഹല്ലേലൂയ
അന്ധകാരമായത് നിന്റെ ശരീരത്തിൽ നീ എന്റർടൈൻ ചെയ്താൽ എന്റെ കർത്താവിന് പരിശുദ്ധാത്മാവിന് നിന്റെ ശരീരത്തിൽ എഴുന്നള്ളി വസിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവര് ഒരു പെന്തക്കോസ്ത് സഭയ്ക്ക് ഹല്ലേലൂയ യോഗ്യത ഉള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ ആരാധിക്കും ദൈവത്തിന് ബദലേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒരു സ്പിരിച്വൽ അവേക്കനിങ് നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഒരു ആത്മീയ ഉണർവ് നമുക്ക് ഏറ്റെടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. തലകളെ വണക്കാം. Thank you, Jesus. Dear Heavenly Father, we come to you, Lord. Many times we are looking at others. We are pointing fingers. But we are realizing this morning our mistake. Forgive us, O Lord, and cleanse us and purify us. We wanted to say Hosanna because you saved us. We wanted to say Hosanna because you are saving now. We are saying Hosanna. We are praying right now. Lord, bless us all together. Bless our church. We are expecting miraculous deliverance upon us. We want to praise you and thank you for the gathering this morning. In Jesus' name we pray.